ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നാദ്യമായി അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ഉണർവിന്റെ നടുവിൽ ദൈവമക്കൾ ആരാധിക്കുന്നത് ചില ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. വടക്ക് കിഴക്കൻ സംസ്ഥാനമാകുന്ന അരുണാചൽ പ്രദേശിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ക്രൂസൈഡിലെ ചില ദൃശ്യങ്ങൾ ദയവായി കാണുക. Once again, please lift up your both hands. और एक बार आपका दोनों हाथ उठाएं. In the name of the Father and of the Son and of the Holy Spirit, we bless this dear people. पिता पुत्र पवित्र आत्मा के नाम में मैं इन्हें आशीष करता हूँ. Receive your blessings in Jesus' name. अभी यीशु के नाम में आशीष को पाओ. In the name of Jesus, receive your healing. यीशु के नाम में अपना चंगाई को ले लो. Right now it is happening. अभी हो रहा है. Receive it in Jesus' name. यीशु का नाम में लो. Hallelujah. हालेलुया. ताली बजाकर धन्यवाद करो. थाली बजाकर धन्यवाद. जोर से ताली बजाकर धन्यवाद करो. जोर से ताली बजाओ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആലോചനകൾക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എൻകൗണ്ടർ. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവുമായി നമുക്ക് ഒരു എൻകൗണ്ടർ ലഭിക്കുകയാണെങ്കിൽ, ഒരു കൂടിക്കാഴ്ച ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വാക്ക് പറയുകയാണെങ്കിൽ ഒരു യാദൃച്ഛിക ദർശനം ലഭിക്കുകയാണ് എങ്കിൽ, അല്ല എങ്കിൽ ഒരു സമാഗമം ലഭിക്കുകയാണ് എങ്കിൽ, അത് നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുവാൻ ഇടവരും. നാം ഇന്ന് നേരിടുന്ന പലവിധമാകുന്ന പ്രതിസന്ധികളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം യേശുക്രിസ്തുവുമായുള്ള ആ എൻകൗണ്ടറാണ്. ആ എൻകൗണ്ടറിലൂടെ നമുക്ക് ആത്മീക അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയും. മറ്റൊരാൾക്കുണ്ടായ എൻകൗണ്ടർ അത് നമുക്ക് പോരാ. നമുക്ക് തന്നെ വ്യക്തിപരമായി കർത്താവുമായ ഒരു കൂടിക്കാഴ്ച ആവശ്യമാണ്, ഒരു സമാഗമം ആവശ്യമാണ്. വേറൊരാളിന്റെ കാറിൽ പെട്രോൾ ഉണ്ട് എന്നതുകൊണ്ട് നമ്മുടെ കാർ ഓടണമെന്നില്ലല്ലോ. നമ്മുടെ കാർ ഓടണമെങ്കിൽ നമ്മുടെ കാറിൽ പെട്രോൾ ആവശ്യമാണ്. മറ്റൊരാളുടെ വയർ ഭക്ഷണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ നമ്മുടെ വിശപ്പ് മാറില്ലല്ലോ. നാം തന്നെ ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിശപ്പ് മാറുകയുള്ളൂ. എന്നതുപോലെ യേശുക്രിസ്തുവുമായി നമുക്ക് വ്യക്തിപരമാകുന്ന ഒരു കൂടിക്കാഴ്ച ആവശ്യമാണ്, വ്യക്തിപരമാകുന്ന ഒരു സമാഗമം ആവശ്യമാണ്. അതുമാത്രമേ നമ്മെ ആത്മീക അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. ആ സമാഗമനത്തിന് നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇന്നു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ദൈവവചനമാകുന്ന വിശുദ്ധ ഗ്രന്ഥം ബൈബിളിൽ 3 വ്യക്തികൾക്കുണ്ടായ അത്തരത്തിലുള്ള അത്ഭുതകരമാകുന്ന ദൈവവുമായുണ്ടായ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയുടെ ചരിത്രമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ പിതാവാകുന്ന യാക്കോബിനുണ്ടായ കൂടിക്കാഴ്ച, ദൈവവുമായുണ്ടായ സമാഗമം, ദൈവവുമായുണ്ടായ എൻകൗണ്ടർ. ആ എൻകൗണ്ടറിന്റെ ചരിത്രം കേൾക്കുക.
ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം അതിന്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം യാക്കോബിനോട് മല്ലുപിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലുപിടിക്കിയാൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കി. എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നു എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നോക്കുക, ആ പദപ്രയോഗം. യാക്കോബ് ആ ദൂതനോട് എന്താണ് പറയുന്നത്? നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് വിജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. നോക്കുക, ഈ സംഭവം യാക്കോബ് തന്റെ ജീവിതത്തിൽ ഒരു ഭീഷണിയെ നേരിടുകയാണ്. കഴിഞ്ഞ 20 വർഷക്കാലം യാക്കോബ് ഹാരാനിലായിരുന്നു. തന്റെ അമ്മായപ്പനാകുന്ന ലാബാന്റെ ഭവനത്തിലായിരുന്നു താൻ പാർത്തിരുന്നത്. അവിടെ താൻ അമ്മായപ്പന്റെ ആ ഭവനത്തിലെ ചുമതലകൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ 20 വർഷത്തിന് ശേഷമായിട്ട് തനിക്ക് സ്വന്തം നാട്ടിലേക്ക് ഒരു മടക്കയാത്ര ലഭിക്കുകയാണ്. ആ മടക്കയാത്രയുടെ ഇടയിൽ താനൊരു ഭീഷണിയെ നേരിടേണ്ടതായിട്ട് വന്നു. തന്റെ മുൻപിൽ ഒരു ഭയം കടന്നു വരുവാനിടയായി. തന്റെ സഹോദരനാകുന്ന ഏശാവ് തന്നെ കാണുവാൻ വേണ്ടി വരുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ താൻ ഭയപ്പെട്ടുപോയി. കാരണം മറ്റൊന്നുമല്ല, വളരെ വർഷങ്ങൾക്ക് മുന്നമേ ഏശാവിനെ കബളിപ്പിച്ചിട്ടാണ് അപ്പന്റെ പക്കൽ നിന്ന് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തുകൊണ്ടാണ്, അപ്പന്റെ പക്കൽ നിന്ന് ലഭ്യമാകേണ്ട അനുഗ്രഹം തട്ടിയെടുത്തുകൊണ്ടാണ് യാക്കോബ് ഹാരാനിലേക്ക് ഓടിപ്പോയത്. ആ യാക്കോബാണ് ഇപ്പോൾ മടങ്ങി വരുന്നത്. ആ മടക്കയാത്രയിൽ ഏശാവ് തന്നെ കാണുവാൻ വരുന്നു എന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ തന്റെ ഹൃദയത്തിൽ ഭയമുണ്ടായി. അത് തനിക്ക് ഒരു വലിയ ഭീഷണിയായി തീർന്നു. തന്റെ ജീവിതം ഇവിടെ കൊണ്ട് തകരുമോ, ഇവിടെ തീരുമോ, താൻ ആക്രമിക്കപ്പെടുമോ എന്നുള്ള ആ ആകുലതയിൽ നിന്നാണ് താൻ എന്തു ചെയ്യണമെന്നറിയില്ല. യാക്കോബ് ആ സന്ദർഭത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. തനിക്കുള്ളത് എല്ലാം, തൻ്റെ ഭാര്യമാർ, തൻ്റെ സഹായികൾ, തൻ്റെ മൃഗസമ്പത്ത്, ഇവയെല്ലാം നദിക്ക് അക്കരെ കടത്തി വിട്ടതിന് ശേഷമായിട്ട് എബോക്കു നദിയുടെ ഇക്കരെ താൻ തനിയെ നിൽക്കുകയാണ്. തനിയെ നിൽക്കുമ്പോഴാണ് കർത്താവുമായിട്ടുള്ള ഈ യാദൃച്ഛിക സമാഗമം തനിക്ക് ലഭിക്കുവാനിടയായത്, ഈ എൻകൗണ്ടർ തനിക്ക് ലഭിക്കുവാനിടയായത്. ഭീഷണി വരുന്ന സന്ദർഭത്തിൽ, ഭയം വരുന്ന സന്ദർഭത്തിൽ, നിരാശയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇത് തന്നെ ആയിരിക്കണം നമ്മുടെയും സമീപനം. അതിന്റെ നടുവിൽ ഇതെല്ലാം വിട്ട് ഓടിപ്പോകുവാനല്ല നാം തീരുമാനിക്കേണ്ടത്. ഇതുവരെ ഇല്ലാത്ത നിലയിൽ ഉള്ള ഒരു ബന്ധം കർത്താവുമായി സ്ഥാപിക്കുവാൻ, ഒരു എൻകൗണ്ടർ കർത്താവുമായി ഉണ്ടാകുവാൻ വേണ്ടി നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നാം ഒരുങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ആ അത്ഭുതം സംഭവിക്കുവാൻ ഇടവരും. യാക്കോബിന് സംഭവിച്ചതുപോലെ ഒരു യാദൃച്ഛിക ദർശനം നമുക്ക് ലഭിക്കുവാൻ ഇടവരും. കർത്താവുമായി നമുക്കൊരു മൽപ്പിടുത്തത്തിനുള്ള അവസരം ലഭിക്കുകയാണ്. യാക്കോബ് പറയുന്ന ഈ പദപ്രയോഗം എന്നെ അത്ഭുതപ്പെടുത്തി. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഒരു പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് യാക്കോബിനോട് ചോദിക്കാനുണ്ട്. നീ അനുഗ്രഹിക്കപ്പെട്ടവനല്ലേ? നിനക്കിപ്പോൾ ഭാര്യമാരുണ്ട്, 12-ലധികം മക്കളുണ്ട്, നിന്റെ മൃഗസമ്പത്ത് എണ്ണിയാൽ തീരാത്തതുപോലെ മൃഗസമ്പത്ത് നിനക്കുണ്ട്. ഇന്നത്തെ നിലവാരത്തിൽ പറയുകയാണെങ്കിൽ യാക്കോബ് ഒരു വലിയ ധനികനാകുന്ന, ഒരു മഹാധനികനാകുന്ന മനുഷ്യനാണ്. ഒരു മില്യനറാണ് യാക്കോബ്. ആ മില്യനറാകുന്ന യാക്കോബ്, മഹാധനികനാകുന്ന യാക്കോബാണ് കർത്താവിനോട് പറയുന്നത്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെയെങ്കിൽ ലളിതം, എന്താണ് അനുഗ്രഹം? നാം കരുതുന്നത് പോലെ ധനമല്ല അനുഗ്രഹം. നാം കരുതുന്നത് പോലെ നമ്മുടെ ചുറ്റുമുള്ള മനോഹരമാകുന്ന വസ്തുവകകളല്ല അനുഗ്രഹം. വീടല്ല അനുഗ്രഹം, കാറല്ല അനുഗ്രഹം. അതായിരുന്നുവെങ്കിൽ യാക്കോബ് പറയുമായിരുന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണല്ലോ, എനിക്ക് മൃഗസമ്പത്തുണ്ട്, ഭാര്യമാരുണ്ട്, 12 കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു എന്ന് യാക്കോബിന് പറയുവാൻ കഴിയുമായിരുന്നു. എന്നാൽ യാക്കോബ് അത് പറയുന്നില്ല. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. തനിക്കറിയാം, ഇതെല്ലാം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. ഞാൻ അനുഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുന്നു. ആരാണ് അനുഗ്രഹം? കർത്താവ് തന്നെയാണ് അനുഗ്രഹം. ദൈവമാണ് അനുഗ്രഹം. പ്രിയമുള്ളവരെ, യേശുവാണ് അനുഗ്രഹം. മറ്റെല്ലാറ്റിനേക്കാളും ഉപരിയായി യേശു ഉണ്ടെങ്കിൽ മാത്രമേ
നാം യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. എല്ലാ സമ്പന്നതയുടെയും നടുവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ശപിക്കപ്പെട്ട വ്യക്തിയായി തുടരുവാൻ കഴിയും. 1 കോടി രൂപയുള്ള ആ വീടിന്റെ ഉള്ളിൽ അസമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി, മരണത്തെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി, ആത്മഹത്യ കൊതിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. കാരണം ആ വീടോ നിങ്ങളുടെ ധനസമൃദ്ധിയോ ബാങ്ക് ബാലൻസോ ഒന്നുമല്ല അനുഗ്രഹം. അതിലൂടെ ഒന്നും യഥാർത്ഥമായി ഗുണമേന്മയുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ദൈവമാണ് അനുഗ്രഹം. കർത്താവാകുന്ന യേശുക്രിസ്തുവാണ് അനുഗ്രഹം. അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ സമൃദ്ധിയുടെ നടുവിലും യേശു ഉണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരും. യേശു ഇല്ലയോ? യേശു ഇല്ല എങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് തുല്യമാണ്. നിങ്ങൾക്കിന്ന് എന്താണ് ആവശ്യമായിരിക്കുന്നത്? യാക്കോബ് പറഞ്ഞതുപോലെ, അങ്ങയാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങന്റെ ജീവിതത്തിലേക്ക് വരണമേ. അങ്ങന്റെ ജീവിതത്തിൽ വരികയാണെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ ഇടവരും. ഇവിടെ ഈ ബൽപിടുത്തത്തിന്റെ ഇടയിൽ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് നടത്തുന്ന പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിന്റെ മറുപടിയായിട്ട് ദൂതൻ എന്താണ് പറയുന്നത്? നിന്റെ പേരെന്താകുന്നു? ദൂതന് ഇപ്പോൾ അറിയേണ്ടത് നീ ആരാകുന്നു, നിന്റെ അവസ്ഥ എന്താകുന്നു, നിന്റെ നിലവിലുള്ള അവസ്ഥയെ, അതിനെ നീ സമ്മതിക്കുവാൻ, ആ അവസ്ഥയെക്കുറിച്ച് നിനക്ക് പാപബോധമുണ്ടോ? നീ അതിൽ റിപ്പന്റ് ചെയ്യുവാൻ തയ്യാറാകുന്നുവോ? പശ്ചാത്തപിക്കുവാൻ തയ്യാറാകുന്നുവോ? മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുന്നുവോ? അതാണ് ദൂതൻ ചോദിക്കുന്നത്. നിന്റെ പേരെന്ത്? യാക്കോബ് കൃത്യമായിട്ട് മറുപടി പറയുകയാണ്, സമ്മതിക്കുകയാണ്. എന്റെ പേര് യാക്കോബ് എന്നാണ്. യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം ഈ ചതിയനെന്നും കള്ളനെന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ അതിന് അർത്ഥം പറയുവാൻ കഴിയും. താൻ പലരെയും ചതിച്ചവനാണ്. തന്റെ പഴയകാല ജീവിതം പരിശോധിക്കുകയാണ് എങ്കിൽ തന്റെ ജ്യേഷ്ഠനെ താൻ ചതിച്ചു. അതിനുശേഷമായിട്ട് അപ്പന്റെ അടുക്കൽ പോയി അപ്പനെ കബളിപ്പിച്ച് അപ്പന്റെ പക്കൽ നിന്ന് അനുഗ്രഹം വാങ്ങി. അത് തന്റെ സ്വഭാവമായി മാറിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പേര് എന്ന് പറയുന്നത് നേച്ചറിനെ കാണിക്കുന്നു. നെയിം ഈസ് ഈക്വൽ ടു നേച്ചർ. ഒരാളിന്റെ പേര് ആ ആളിന്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഇവൻ യാക്കോബാകുന്നു, ഇവന്റെ സ്വഭാവം യാക്കോബ്. ഇവൻ ചതിയനാണ്, ഇവൻ കള്ളനാണ്. ഇവന്റെ സ്വഭാവം, ഈ സ്വഭാവം വഹിച്ചുകൊണ്ടാണ് ഇവൻ നടക്കുന്നത്. അതിൽ നിന്ന് അവൻ മാറുവാൻ തയ്യാറുണ്ടോ? ഒരു മാനസാന്തരത്തിന് തയ്യാറുണ്ടോ? അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവർക്കും ആഗ്രഹിക്കാം. എല്ലാവർക്കും കർത്താവിനോട് പറയാം, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. എന്നാൽ നിങ്ങൾ മാറുവാൻ തയ്യാറുണ്ടോ? നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥകളിൽ നിന്ന്, നിങ്ങളുടെ നിലവിലുള്ള സ്വഭാവത്തിൽ നിന്ന്, നിങ്ങളുടെ ചതിക്കുന്ന സ്വഭാവത്തിൽ നിന്ന്, വ്യാജം പറയുന്ന സ്വഭാവത്തിൽ നിന്ന്, മദ്യപിക്കുന്ന സ്വഭാവത്തിൽ നിന്ന്, പുകവലിക്കുന്ന സ്വഭാവത്തിൽ നിന്ന്, ഈ നിലയിലുള്ള തിന്മ നിറഞ്ഞ സ്വഭാവത്തിൽ നിന്ന് നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിൽ യേശു പറഞ്ഞിരിക്കുന്ന സതുപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ആ മാറ്റത്തിന് തയ്യാറാകുന്നു എങ്കിൽ അവിടെയാണ് നിങ്ങളുടെ മേൽ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം വരുന്നത്. അവിടെ ആ അനുഗ്രഹത്തിന്റെ പ്രഖ്യാപനം ദൂതൻ നടത്തുന്ന സന്ദർഭത്തിൽ ദൂതൻ പറഞ്ഞു, നിന്റെ പേര് യാക്കോബ്. നീ സമ്മതിച്ചു, നല്ലത് തന്നെ. അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നീ മാനസാന്തരപ്പെടുവാൻ തയ്യാറായിരിക്കുന്നതിനാൽ ഞാൻ നിന്റെ പേര് മാറ്റുവാൻ പോകുന്നു. ദൈവം നിന്റെ പേര് മാറ്റുവാൻ പോകുകയാണ്. നീ ഇപ്പോൾ യാക്കോബായിരിക്കുന്നുവെങ്കിൽ നിലവിലുള്ള നിന്റെ സ്വഭാവത്തെ നീ തള്ളിക്കളഞ്ഞതിന് ശേഷമായി നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുവാൻ, നിന്റെ ജീവിതത്തിന് ആകമാനം മാറ്റം വരുവാൻ, മാനസാന്തരപ്പെടുവാൻ നീ തയ്യാറാകുകയാണെങ്കിൽ കർത്താവ് നിന്നെ ഇസ്രായേലാക്കുവാൻ പോകുന്നു. എത്ര വലിയ മാറ്റമാണ്! ഇസ്രായേൽ ദൈവത്തോട് മല്ലു പിടിച്ച് ജയിച്ച ദൈവത്തിന്റെ ഒരു പ്രിൻസായി നീ തീരുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ ഒരു രാജകുമാരനായി നീ തീരുവാൻ പോകുകയാണ്. നിന്നെ ഒരു രാജ്യമാക്കി തീർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു രാജ്യമാകുവാൻ വിളിയുള്ളവനാണ് ഇപ്പോൾ യാക്കോബായി തുടരുന്നത്. നോക്കുക, ഇത് തന്നെയല്ലേ പലരുടെയും ജീവിതാനുഭവം. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ലക്ഷ്യമുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഡെസ്റ്റിനി ഉണ്ട്. ആ ഡെസ്റ്റിനിയിൽ നിങ്ങൾ എത്താതിരിക്കുവാൻ വേണ്ടി നിലവിൽ നിങ്ങളെ പലയിടങ്ങളിലും പിശാച് കുടുക്കിയിട്ടിരിക്കുകയല്ലേ? പല സ്വഭാവങ്ങളിലും, പല അടിമത്വങ്ങളിലും, പല തെറ്റായ പ്രവർത്തികളിലും നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. എന്താണ് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം? നിങ്ങളെ ദൈവം ആക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ ഒരു രാജ്യമാക്കുവാൻ, ദൈവത്തിന്റെ ഒരു കുമാരനാക്കുവാൻ, ഒരു പ്രിൻസാക്കുവാൻ, ദൈവത്തിന്റെ ഒരു പുത്രനാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിൽ നിങ്ങൾ എത്താതിരിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആ ദിശയിൽ, ആ ഡെസ്റ്റിനിയിൽ നിങ്ങൾ എത്തിച്ചേരാതിരിക്കുവാൻ, ആ ഭാവി നിങ്ങൾ പ്രാപിക്കാതിരിക്കുവാൻ വേണ്ടിയാണ്
നിങ്ങളെ നിലവിൽ പലയിടങ്ങളിലും അവൻ കുടുക്കിയിട്ടിരിക്കുന്നത്. എന്നാൽ ആ കുടുക്കുകളെ തകർത്തുകൊണ്ട് ധൈര്യമായിട്ട് ഇന്ന് യേശുവിൻ നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളതിനെ പൊട്ടിച്ച് പുറത്തു വന്ന് ഇസ്രയേലാകുക. നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾ കുതിക്കുക. നിങ്ങളുടെ ഡെസ്റ്റിനിയെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾ പ്രാപിച്ച് ആ ഡെസ്റ്റിനിയെ ലക്ഷ്യമാക്കി നിങ്ങൾ യേശുവിൻ നാമത്തിൽ മുന്നേറുക. യേശു നിങ്ങളെ സഹായിക്കുവാൻ പോകുകയാണ്. ഇത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു എൻകൗണ്ടറിന്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ മുറികളിൽ കയറിയിരിക്കുക, തനിയെ ഇരിക്കുക. കർത്താവേ, എൻ്റെ മുറിയിലേക്ക് വരണമേ, ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, എനിക്ക് അങ്ങുമായിട്ട് ഒരു കൂടിക്കാഴ്ച ആവശ്യമാണ്, ഒരു യാദൃച്ഛിക ദർശനം ആവശ്യമാണ്. അങ്ങനെ നിങ്ങൾ കർത്താവിനെ കാണുവാൻ വേണ്ടി കർത്താവുമായി ഒരു കൂട്ടിമുട്ടലിന് തയ്യാറാകുകയാണ് എങ്കിൽ ഈ എൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ആ എൻകൗണ്ടർ സംഭവിക്കുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യത്തിലേക്ക് പോകുവാൻ കഴിയും. ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഇടങ്ങളെ തകർത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയും. അതാണ് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറ്റൊരു സംഭവം ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ പത്രോസിന്റെ അനുഭവം കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 41-42 വാക്യങ്ങളിൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവുമായി പത്രോസിന് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നു. തന്റെ ജീവിതത്തെ ആകമാനം മാറ്റിയ ഒരു എൻകൗണ്ടർ ആയിരുന്നു. പത്രോസ്, തന്റെ സഹോദരൻ അന്ത്രയോസ്, ഇങ്ങനെയുള്ളവരെല്ലാം ബത്സയിദക്കാരാകുന്നു. ഇസ്രായേലിൽ ഗലീല കടൽ എന്ന് പറയുന്ന മനോഹരമാകുന്നൊരു കടലുണ്ട്. ആ കടലിന് കുറച്ചുകൂടെ വടക്ക് ഭാഗത്ത് ബത്സയിദ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ബത്സയിദ ഗ്രാമത്തിൽ നിന്ന് ഉള്ളവരായിരുന്നു ഈ പ്രിയപ്പെട്ടവർ. അങ്ങനെ ഇവർ ആദ്യമായി യോഹന്നാന്റെ കൂടെ ആയിരുന്നു. സ്നാപക യോഹന്നാൻ കൂടെ യേശുവിനെ കാണുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുവക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരിക്കൽ അങ്ങനെ പറഞ്ഞ സന്ദർഭത്തിൽ യോഹന്നാൻ സ്നാപകന്റെ കൂടെ ഉണ്ടായിരുന്ന അന്ത്രയോസും മറ്റൊരു ശിഷ്യനും അവർ യേശുവിനെ അനുഗമിക്കുവാനിടയായി. യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ നിന്നോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ രാത്രിയിൽ യേശുവിനോടുകൂടെ പാർക്കുവാനിടയായി. യേശുവിനെ അവർ അറിഞ്ഞു, യേശുവിനെ അവർ മനസ്സിലാക്കി. അവർക്ക് മനസ്സിലായി യേശു തന്നെയാണ് മനുഷ്യകുല രക്ഷകനാകുന്ന മശിഹ. ഇസ്രായേൽ മക്കൾ കാത്തിരുന്നത് മാനവകുല രക്ഷകനാകുന്ന മശിഹയായിരുന്നു. ഇസ്രായേലിന്റെ രക്ഷകനാകുന്ന മശിഹയായിരുന്നു. ആ മശിഹ വരുമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ചു. ആ മശിഹ മറ്റാരുമല്ല, യേശു തന്നെയാണ്, ക്രിസ്തു യേശു തന്നെയാണ് എന്ന് ഈ ശിഷ്യന്മാർക്ക് മനസ്സിലായി. അന്ത്രയോസിന് മനസ്സിലായി. അന്ത്രയോസ് അത് മനസ്സിലാക്കി അടുത്ത ദിവസം തന്നെ തന്റെ സഹോദരനാകുന്ന പത്രോസിനെ കണ്ടുമുട്ടി. പത്രോസിന്റെ ശിമോൻ എന്ന പേരോടുകൂടിയ ശിമോനെ കണ്ടുമുട്ടി. ശിമോനോട് പറഞ്ഞു, ഞങ്ങൾ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ശിമോനെ വിളിച്ചുകൊണ്ട് യേശുവിന്റെ അരികിലേക്ക് വരികയാണ്. യേശുവിന്റെ അരികിലേക്ക് വരുന്ന സന്ദർഭത്തിൽ യേശു ശിമോനെ കണ്ട് ദൂരെ നിന്ന് തന്നെ അവനെ മനസ്സിലാക്കി. പേര് ഒരാളിന്റെ സ്വഭാവത്തെ വിളിച്ചു പറയുന്നുവല്ലോ. നെയിം ഈസ് ഈക്വൽ ടു നേച്ചർ. ശിമോനെ നോക്കിയപ്പോൾ യേശുവിന് മനസ്സിലായി, ഇവൻ ശിമോനാകുന്നു. അവന് ആരാകുന്നു എന്ന് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നമേ തന്നെ യേശു അവനോട് പറയുവാനിടയായി, നീ ശിമോനാകുന്നു, നിന്റെ അപ്പന്റെ പേര് യോഹന്നാൻ എന്നാകുന്നു, നീ യോഹന്നാന്റെ മകനാകുന്ന ശിമോനാകുന്നു. അത്ഭുതകരം. ശിമോൻ അത്ഭുതപ്പെട്ടു പോയി. ശരിയാണ്, എൻ്റെ അപ്പന്റെ പേരും എൻ്റെ പേരും ഇതാ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. കൃത്യമായി കർത്താവ് അവനെ മനസ്സിലാക്കി. ശിമോൻ ആ അവസ്ഥയിൽ തുടരുകയാണ് എങ്കിൽ യേശുവിന്റെ പിന്നാലെ അവൻ യാത്ര ചെയ്താൽ അവൻ പ്രയോജനമുള്ളവനായി തീരുകയില്ല. കാരണം എന്താണ്? അവന്റെ പേര് പോലെ തന്നെ ശിമോൻ എന്ന പേരിന്റെ അർത്ഥം അൺസ്റ്റേബിൾ, സ്ഥിരതയില്ലാത്തവൻ, ഷെയ്ക്കബിൾ, കുലുങ്ങുന്നവൻ. ശിമോനാണവൻ. അവൻ കുലുങ്ങുന്നവനാണ്, അവൻ അൺസ്റ്റേബിൾ ആണ്, അവൻ ഒന്നിലും ഉറയ്ക്കുവാൻ കഴിയുന്നില്ല. ചെറിയൊരു കാര്യം വന്നാൽ മതി അവൻ വ്യാകുലപ്പെടുവാനിടവരും. ഒരു ചെറിയ തലവേദന വന്നാൽ മതി മരണഭയം അവനിൽ പ്രവേശിക്കുവാനിടവരും. ഒരു ചെറിയ പരാജയം വന്നാൽ മതി ഇട്ടിട്ട് പോകുവാൻ അവന് തോന്നും. അത്തരത്തിൽ കുലുങ്ങുന്നവനാണ് ശിമോൻ. കുലുങ്ങുന്നവനായി, അൺസ്റ്റേബിൾ ആയിട്ട് അവൻ തുടരുകയാണെങ്കിൽ യേശുവിന്റെ കൂടെ നടന്നാൽ അവന് പ്രയോജനപ്പെടുവാൻ കഴിയില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിലല്ലേ നിങ്ങൾ കുലുങ്ങിപ്പോകുന്നത്? ജീവിതത്തിൽ വരുന്ന ഒരു ചെറിയ പ്രതിസന്ധിയെ നേരിടുവാൻ നിങ്ങൾ പലപ്പോഴും അധൈര്യമുള്ളവരായി തീരുന്നു. ഒരു ചെറിയ കടഭാരത്തെ ചൊല്ലിയല്ലേ നിങ്ങൾ ഇപ്പോൾ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കുലുക്കത്തിൽ നിന്ന് നിങ്ങളെ കർത്താവ് വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കർത്താവ് പ്രാപ്തിയുള്ളവനാണ്. കർത്താവിന്റെ കരമൊന്ന് വെളിപ്പെട്ടാൽ മതി, ആ കുലുക്കം മാറി നിങ്ങൾ സ്ഥിര
സ്ഥിരതയുള്ളവനായി തീരും. അതാണ് യേശു അവനെ നോക്കിയിട്ട്, ശിമോനെ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, നിന്റെ പേര് മാറാൻ പോകുകയാണ്. നിന്റെ പേരെന്തായിരിക്കും? നിന്റെ പേര് ഇന്നു മുതൽ കേഫ അഥവാ പത്രോസ്. കേഫ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പാറ, റോക്ക്. കുലുങ്ങുന്നവനാകുന്ന ആ മനുഷ്യനെ കർത്താവാകുന്ന യേശു ക്രിസ്തു ഒരു പാറയാക്കുന്നു. നിങ്ങൾ നോക്കുക, ആധുനികമാകുന്ന ഇന്നത്തെ സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പോകുകയാണ് എങ്കിൽ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിങ്ങളൊരു ജോലിക്ക് വേണ്ടി പോകുകയാണെങ്കിൽ, നിങ്ങളെ നോക്കുമ്പോൾ ആ ഇന്റർവ്യൂ നടത്തുന്ന വ്യക്തിക്ക് നിങ്ങൾ അസ്ഥിരനാകുന്നു, നിങ്ങൾ കുലുങ്ങുന്നവനാകുന്നു, നിങ്ങൾ ഷെയ്ക്കബിൾ ആണ്, അൺസ്റ്റേബിൾ ആണ് എന്ന് മനസ്സിലാക്കിയാൽ അവർ ജോലി തരുമോ? ഒരിക്കലും അവർ ജോലി തരികയില്ല. അവർ നിങ്ങളെ ആ ജോലിയിൽ എടുക്കാതെ നിങ്ങളെ പറഞ്ഞു വിടുവാനിട വരും. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ ആധുനിക സംവിധാനങ്ങളുടെ നടുവിൽ സംഭവിക്കുന്നത്. എന്നാൽ യേശുവിന്റെ അരികിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ അരികിൽ വന്ന വ്യക്തി അവൻ അൺസ്റ്റേബിൾ ആണ്, അവൻ കുലുങ്ങുന്നവനാണ്, അവൻ പ്രയോജനപ്പെടുവാൻ സാധ്യതയില്ലാത്തവനാണ്. യേശു എന്താണ് ചെയ്യുന്നത്? അവന്റെ ആ സ്വഭാവത്തെ മാറ്റിയിട്ട്, അവന്റെ ആ സ്ഥിരതയില്ലാത്ത അവസ്ഥകളെ മാറ്റിയിട്ട് അവനെ സ്ഥിരതയുള്ളവനാക്കി തീർക്കുന്നു, അവനെ ഒരു പാറയാക്കി തീർക്കുന്നു. അതൊരത്ഭുതമല്ലേ? യേശുവിന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. കൊള്ളാത്ത ഒരു വ്യക്തിയെ, ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയെ, ആ വ്യക്തിയെ നന്നാക്കിയെടുത്ത്, പണിതെടുത്ത്, രൂപപ്പെടുത്തിയെടുത്ത്, ഷെയ്പ്പ് ചെയ്തെടുത്ത് അവനെ വളരെ വിലപ്പെട്ടവനാക്കി തീർക്കുന്ന ഒരത്ഭുതമാണ് യേശു നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശു ഒരാശാരിയായി തന്നെ ഈ ഭൂമിയിൽ പിറക്കുവാനിടയായത്. ഒരു തച്ചന്റെ മകനായി പിറന്ന് ഒരാശാരി ചെയ്യുന്ന പണികളെല്ലാം യേശു പഠിച്ചത്. യേശുവിന് ഒരു തടിയെ നന്നാക്കുവാൻ മാത്രമല്ല, ഒരു തടിയെ പണിയുവാൻ മാത്രമല്ല യേശുവിന് അറിയാകുന്നത്. യേശുവിന് മനുഷ്യനെ നന്നാക്കുവാൻ കഴിയും, യേശുവിന് മനുഷ്യനെ പണിയുവാൻ കഴിയും, നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും, നമ്മെ മാറ്റുവാൻ കഴിയും. നമ്മുടെ നിലവിലുള്ള സ്വഭാവങ്ങളെ മാറ്റിയതിനു ശേഷമായി സ്വർഗീയ സ്വഭാവങ്ങളെ അവിടുന്ന് നൽകി തരുവാൻ പ്രാപ്തിയുള്ളവനാണ്. നമ്മുടെ ആ കുലുക്കങ്ങളെ മാറ്റിയതിനു ശേഷമായി കുലുങ്ങാത്തവരാക്കി തീർക്കുവാൻ അവിടുന്ന് കഴിവുള്ളവനാകുന്നതിനാൽ യേശുവേ എന്ന് വിളിക്കുകയാണെങ്കിൽ, നിലവിൽ നിങ്ങൾ ഏത് നിലവാരത്തിലുള്ള കുലുക്കങ്ങളെയാണ് നേരിടുന്നത് എങ്കിലും അതിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രനാക്കുവാൻ യേശു ഇന്ന് തയ്യാറാണ്. യേശുവേ എന്ന് വിളിച്ചാൽ അവിടുന്ന് നിങ്ങളെ തൊടുവാനിടവരും, നിങ്ങളെ ഒരു പാറയാക്കി അവിടുന്ന് തീർക്കുവാനിടവരും. ഈ കുലുങ്ങുന്നവനാകുന്നുവല്ലോ യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ യേശുവിനെ നോക്കി പറഞ്ഞത്, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു. അത് പറയാൻ സാധാരണ ഒരു വ്യക്തിക്ക് കഴിയുമോ? പിതാവ് കൊടുത്ത വെളിപ്പാടുണ്ടെങ്കിൽ മാത്രമേ അതൊരാൾക്ക് വിളിച്ചു പറയുവാൻ കഴിയുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ആ സംഭവം കാണുവാൻ കഴിയുന്നുണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു. നോക്കുക, ആ പ്രസ്താവന അവൻ നടത്തിയപ്പോൾ തന്നെ കർത്താവ് അവനെ നോക്കി പറയുവാനിടയായി, ഇത് നിനക്ക് സ്വതവേ വെളിപ്പെട്ട് കിട്ടിയതല്ല, മാംസ ജഡരക്തങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തന്നതല്ല, സ്വർഗീയ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് നീ പാറയാകുന്നു. ഈ പാറമേൽ അഥവാ യേശു ക്രിസ്തുവിന്മേൽ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. യേശുവിനെ കുറിച്ച് നിങ്ങൾക്കൊരു വെളിപ്പാട് കിട്ടുകയാണ് എങ്കിൽ, നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി കർത്താവുമായി നിങ്ങൾക്കൊരു എൻകൗണ്ടർ ഉണ്ടാകുകയാണ് എങ്കിൽ, കർത്താവ് ചില പണികൾ നിങ്ങളിലൂടെ നടത്തുവാൻ പോകുകയാണ്. ഈ കുലുങ്ങുന്ന വ്യക്തി, ആ കുലുങ്ങുന്ന വ്യക്തി യേശുവുമായിട്ട് ഒരു കൂടിക്കാഴ്ച അവന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ആരാക്കി തീർത്തു? അവനെ പെന്തക്കോസ്ത് നാളിൽ 1-ാമത്തെ പ്രഭാഷണം നടത്തുവാൻ പ്രാപ്തിയുള്ള ഒരു അപ്പോസ്തലനാക്കി കർത്താവ് തീർക്കുവാനിടയായി. അവിടെ ശ്രദ്ധിക്കുക, അവന്റെ ഡെസ്റ്റിനിയിലേക്ക് അവൻ യാത്ര ആരംഭിക്കുകയാണ്. ആ കൂടിക്കാഴ്ചയോടുകൂടെ, യേശുവുമായിട്ട് ആ എൻകൗണ്ടർ ഉണ്ടായതോടുകൂടെ, ആ എൻകൗണ്ടറിന്റെ പരിണിത ഫലമായിട്ട് അവന്റെ ചെറിയ ലോകത്തിൽ നിന്ന്, ഗലീലയുടെ ചുറ്റുമുള്ള ചെറിയ ലോകത്തിൽ നിന്ന്, ബത്സയിദയുടെ ചുറ്റുമുള്ള ചെറിയ ലോകത്തിൽ നിന്ന് അവന്റെ ഡെസ്റ്റിനിയിലേക്ക്, അവന്റെ മുൻപിൽ ദൈവം അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിശാലവും വലുതുമാകുന്ന ഭാവിയിലേക്ക് അവൻ മുന്നേറുവാനിടയായി. നിങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങിക്കിടക്കുകയാണെങ്കിൽ, തകർന്നു കിടക്കുകയാണെങ്കിൽ, അതേപോലെ യേശുവുമായി നിങ്ങൾക്കൊരു കൂടിക്കാഴ്ച ഉണ്ടാകട്ടെ, ഒരു യാദൃച്ഛിക ദർശനം ഉണ്ടാകട്ടെ, ഒരു സമാഗമം ഉണ്ടാകട്ടെ, ഒരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ. ഞാൻ ഈ വചനങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ യേശു നിങ്ങളെ തൊടുവാനിടവരട്ടെ. അങ്ങനെ നിങ്ങൾക്കൊരു കൂടിക്കാഴ്ച ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് മുന്നേറുവാൻ പോകുന്നു. മൂന്നാമത് നമുക്ക് മറ്റൊരു വ്യക്തിയുടെ അനുഭവം കൂടെ ബൈബിളിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ശൗലിന്റെ അനുഭവം കാണുവാൻ കഴിയുന്നുണ്ട്. ശൗൽ എന്ന പേരുള്ള
പിന്നീട് ശൗലിന്റെ പേരുമാറിയ സന്ദർഭത്തിൽ ശൗല് പൗലോസായി തീർന്നു. ആ ശൗലിന്റെ ചരിത്രം 9-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ആരംഭവാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചിരുന്നു. അവന്റെ ശ്വാസത്തിൽ പോലും ഭീഷണിയും കുലപാതകവുമായിരുന്നു. അത്തരത്തിലുള്ളൊരു ഭീകരനായിരുന്നു ശൗല്. ആ ഭീകരനാകുന്ന മനുഷ്യനെയാണ് കർത്താവ് രൂപാന്തരപ്പെടുത്തിയത്. ആ രൂപാന്തരത്തിന്റെ ശക്തി, ആ ശക്തിയുടെ പരിണിത ഫലമാണ് 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം. ആ അധ്യായം എന്താണെന്നറിയാമോ? സ്നേഹത്തിന്റെ അധ്യായമാണ്. ഇത്ര ഭീകരനാകുന്ന ഒരു വ്യക്തി, കുലയും ഭീഷണിയും ശ്വസിച്ചിരുന്ന ഭീകരനാകുന്ന ഒരു വ്യക്തിയെ കൊണ്ട് സ്നേഹത്തിന്റെ ഒരു അധ്യായം എഴുതുവാൻ, ആ നിലയിൽ അവനെ രൂപാന്തരപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? ഭൂമിയിൽ ആർക്കെങ്കിലും കഴിയുമോ? ഒരിക്കലുമില്ല. യേശുവിന് മാത്രമേ അതിന് പ്രാപ്തിയുള്ളൂ. യേശു ശൗലിനെ പൗലോസാക്കി. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിന്റെ മേലൊരു വലിയ വെളിച്ചം അടിക്കുവാനിടയായി. ആ വെളിച്ചം അടിച്ചതോടുകൂടെ ശൗൽ നിലത്തു വീണു. തന്റെ കാഴ്ചശക്തി നഷ്ടമായി. താൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാകുന്നു? സ്വർഗത്തിലേക്ക് നോക്കി താൻ ചോദിച്ചപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശുവാണ് ഞാൻ. ശൗൽ ഇപ്പോൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് യേശുവിന്റെ ശിഷ്യന്മാരെയാണ്. നോക്കുക, യേശുവിന്റെ ശിഷ്യന്മാരെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ യേശുവിനെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. ശൗലിനോട് കർത്താവ് മറുപടി പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. യേശു ആ ഒരു സ്പർശനത്തിലൂടെ, ആ ഒരു കൂട്ടിമുട്ടലിലൂടെ ശൗലിനെ രൂപാന്തരപ്പെടുത്തുന്നു. തന്റെ ജീവിതം ആകെ രൂപാന്തരപ്പെടുവാനിടയായി. താൻ അവിടെ നിന്ന് ദമസ്കോസിലേക്ക് പോയി. അവിടെ വീണ്ടും അനന്യാസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പലുകൾ താഴെ വീഴുവാനിടയായി. തന്റെ കാഴ്ചശക്തി പുനഃസ്ഥാപിക്കപ്പെട്ടു. താൻ കാണുന്നത് രാജ്യങ്ങളെയും രാജാക്കന്മാരെയും ജാതികളെയും അവരുടെ വിടുതലുകളെയും താൻ കാണുവാൻ തുടങ്ങി. അങ്ങനെയാണ് ആ മനുഷ്യന്റെ യഥാർത്ഥ ഡെസ്റ്റിനിയിലേക്ക്, ദിശയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ശൗലായി അവൻ തുടരുമായിരുന്നു. അവൻ കുലപാതകം ചെയ്ത് ഭീഷണിയുമായിട്ട് അവന്റെ ജീവിതം അവസാനിക്കുമായിരുന്നു. ആ നിലയിൽ അടിപിടിയും ആ ബഹളങ്ങളിലും അവന്റെ ജീവിതം അവസാനിക്കുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. അവന്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. യഥാർത്ഥ ദിശയിലേക്ക് അവൻ മുന്നേറുവാനിടയായി. അത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ ഇന്ന് ദിശ അറിയാതെ പലയിടങ്ങളിൽ ഉഴന്നു നടക്കുന്നവരാകുന്നു എങ്കിൽ, നിങ്ങൾ തെറ്റായ ഇടത്തിൽ കുഴഞ്ഞുകൊണ്ടിരിക്കുന്നവരാകുന്നുവെങ്കിൽ, ആ കുഴച്ചിലുകളിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു വലിയ അത്ഭുതം ഇപ്പോൾ സംഭവിക്കുവാനിടവരും. യേശു ക്രിസ്തു നിങ്ങളെ സ്പർശിക്കുവാനിടവരും. പരിശുദ്ധ പിതാവേ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകണം കർത്താവേ. നിലവിൽ അവരായിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന്, തെറ്റായ സ്വഭാവങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമേ. അങ്ങ് അവരെ ഇസ്രയേലാക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് അവരെ കേഫയാക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് അവരെ പൗലോസാക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്നവർ യാക്കോബായി തുടരുകയാണ്. ഇന്നവർ ശിമോനായി തുടരുകയാണ്. ഇന്നവർ ശൗലായി തുടരുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ കർത്താവുമായി ഒരു കൂടിക്കാഴ്ച അവർക്ക് ലഭിക്കുവാനിടവരട്ടെ. ഒരു സമാഗമം അവർക്ക് ലഭിക്കുവാനിടവരട്ടെ. ഒരു അത്ഭുത രൂപാന്തരം അവർക്ക് ലഭിക്കുവാനിടവരട്ടെ. യേശുവിൻ നാമത്തിൽ അവരുടെ ജീവിതം യഥാർത്ഥ ദിശയിലേക്ക്, കർത്താവ് അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഡെസ്റ്റിനിയിലേക്ക് മുന്നേറുവാൻ ഇടവരട്ടെ. കർത്താവ് അത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷങ്ങളിൽ തന്നെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുത സൗഖ്യത്തിന്റെ കരം ഇപ്പോൾ അവർ അനുഭവിക്കുവാനിടവരട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ, കാലുകൾ സൗഖ്യമാകട്ടെ, കാഴ്ച ശക്തി പുനഃസ്ഥാപിക്കപ്പെടുവാൻ ഇടവരട്ടെ. ആരുടെയോ കാഴ്ച ശക്തിക്ക് കേടുവന്നിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതലുകളെ അവരുടെ ജീവിതത്തിൽ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മേഖലയിലും ഐശ്വര്യം അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിടുതലുകളും സൗഖ്യങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. യേശു നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.